കൊച്ചി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. സോനം വാങ്ചുക്കിന് നിർബന്ധിച്ച് ഭക്ഷണം നൽകണം. ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി. നാളെ കൂട്ടനിരാഹാരം പ്രഖ്യാപിച്ച് CJP. സോനം വാങ്ചുക്കിന് നിർബന്ധിച്ച് ഭക്ഷണം നൽകണം ആവശ്യമുന്നയിച്ച് ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി. സാമൂഹിക പ്രവർത്തകനും അഭിഭാഷകനുമായ രാകേഷ് കുമാർ സേനിയാണ് ഹർജിക്കാരൻ. സമരം തുടർന്നാൽ സോനം വാങ്ചുക് 2 ദിവസത്തിനകം മരണപ്പെട്ടേക്കുമെന്നും ഹർജിക്കാരൻ പറയുന്നു. സോനം വാങ്ചുക്കിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ഭക്ഷണം നൽകുവാൻ ഇടപെടലുണ്ടാകണം എന്നാണ് ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്പാനിഷ് കുതിപ്പും ഫ്രാൻസിന്റെ പെയിനും കണ്ട് ലാലേട്ടൻ. ഡാലസ് സ്റ്റേഡിയത്തിൽ നിന്നുള്ള ചിത്രങ്ങൾ വൈറൽ. ഒരുപോലെ കരുത്തരായ ഫ്രാൻസ് സ്പെയിൻ സൂപ്പർ സെമി ഡാലസ് സ്റ്റേഡിയത്തിൽ തീപ്പാറിച്ചപ്പോൾ ഗോട്ട് എന്ന് വിളിക്കാവുന്ന എംബാപ്പയ്ക്ക് അടിപതറിയപ്പോൾ സ്പാനിഷ് പട പൊളിച്ചടുക്കിയപ്പോൾ അതിനെല്ലാം നേർസാക്ഷിയായി ഡാലസ് സ്റ്റേഡിയത്തിൽ മലയാളത്തിന്റെ ഗോട്ടുമുണ്ടായിരുന്നു. സ്റ്റേഡിയത്തിലിരുന്ന് ഭാര്യയ്ക്കും സ്റ്റീഫൻ ദേവസിക്കുമൊപ്പം കളി കാണാനിരിക്കുന്ന മോഹൻലാലിന്റെ ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ തരംഗം സൃഷ്ടിക്കുകയാണ്. വൻ മലയാളി സാന്നിധ്യമുണ്ടായിരുന്ന സ്റ്റേഡിയത്തിൽ ലാലേട്ടന്റെ സാന്നിധ്യം ഇരട്ടിയോളം ഉണ്ടാക്കി. ഓപ്പറേഷൻ തൂഫാൻ വിജയ് കേരളത്തിലേക്ക്. കൊച്ചിയിൽ മോഹൻലാലിനൊപ്പം പരിപാടിയിൽ പങ്കെടുക്കും. ലഹരിക്കെതിരായ സംസ്ഥാന സർക്കാരിന്റെ പോരാട്ടത്തിന് പിന്തുണയുമായി തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് കേരളത്തിലേക്ക്. കൊച്ചിയിൽ മോഹൻലാലിനൊപ്പം പരിപാടിയിൽ സി ജോസഫ് വിജയ് പങ്കെടുക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തൂഫാൻ ദ നാക്കോ ഹണ്ടിന് സി ജോസഫ് വിജയ് പൂർണ്ണ പിന്തുണ അറിയിച്ചു. ചെന്നൈയിൽ സി ജോസഫ് വിജയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. സോളാർ സാമ്പത്തിക തട്ടിപ്പ് കേസ്. ടെന്നീസ് ഓപ്പനെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കി ഉമ്മൻചാണ്ടിയെ ക്രൂശിക്കുവാൻ വേണ്ടി തന്നെ കരുവാക്കിയെന്ന് ജോപ്പൻ. സോളാർ കേസിൽ മല്ലേലിൽ ശ്രീധരൻ നായരുടെ പരാതിയിലെടുത്ത കേസിൽ 3-ാം പ്രതി ടെന്നീസ് ഓപ്പനെ ഒഴിവാക്കി ഹൈക്കോടതി. 50 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിലെടുത്ത കേസിൽ നിന്നാണ് ടെന്നീസ് ഓപ്പനെ ഒഴിവാക്കിയത്. കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പായെന്ന് മല്ലേലിൽ ശ്രീധരൻ നായർ കോടതിയെ അറിയിച്ചു. ഉമ്മൻചാണ്ടിയെ ക്രൂശിക്കുവാൻ വേണ്ടി തന്നെ കരുവാക്കിയെന്നും കോടതിയോട് നന്ദി പറയുന്നുവെന്നും ടെന്നി ജോപ്പൻ പ്രതികരിച്ചു. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു. എന്നെ പോലെ മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. കൂടത്തായി കേസ്. ജോളി പഠിക്കുകയാണ്. ജയിലിലിരുന്ന് BA പരീക്ഷ എഴുതി. കൂടത്തായി കൊലക്കേസ് പ്രതി ജോളി ജോസഫ് ബിരുദധാരിയാകുവാൻ തയ്യാറെടുക്കുന്നു. ജയിലിൽ ഡിഗ്രി പരീക്ഷ എഴുതുന്ന തിരക്കിലാണ് ജോളി. കോഴിക്കോട് സബ് ജയിലിൽ തടവുകാരിയായി കഴിയുന്ന ജോളി പരീക്ഷ എഴുതുവാനായി കണ്ണൂർ വനിതാ ജയിലിലെത്തി. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ പരീക്ഷയാണ് ജോളി എഴുതുന്നത്. ടെനി ടോമിന് ആശ്വാസം. അൻസിബയുടെ പരാതിയിൽ മുൻകൂർ ജാമ്യം നൽകി കോടതി. ടെനി ടോമിന് മുൻകൂർ ജാമ്യം ലഭിച്ചു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കടവന്ത്ര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജാമ്യം. നടി അൻസിബ നൽകിയ പരാതിയിലാണ് കേസ് എടുത്തിരിക്കുന്നത്. കടവന്ത്ര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ടെനി ടോമിനെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കൽ, വർഗീയമായി അധിക്ഷേപിക്കുവാൻ തുടങ്ങിയ വകുപ്പുകളിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. സെമിയിൽ കളി നിയന്ത്രിക്കുവാൻ മെസ്സിയുടെ ഭാഗ്യ റഫറി. ഫിഫയുടെ തീരുമാനത്തിൽ ഇംഗ്ലണ്ട് ആരാധകർക്ക് രോഷം. ഫിഫ ലോകകപ്പിൽ ഫൈനൽ ബർത്ത് ഉറപ്പിക്കുവാൻ അർജന്റീനയും ഇംഗ്ലണ്ടും ഇന്ന് മുഖാമുഖം വരികയാണ്. ലോക കിരീടം നിലനിർത്തുന്ന 3ാമത്തെ രാജ്യമെന്ന ചരിത്ര നേട്ടത്തിലേക്ക് കുതിക്കുകയാണ് അർജന്റീന. 1966 ശേഷം സ്വർണ്ണക്കപ്പ് തിരികെ വീട്ടിലെത്തിക്കുവാനാണ് ഇംഗ്ലണ്ടിന്റെ ശ്രമം. വെറുമൊരു മത്സരത്തിനപ്പുറം രാഷ്ട്രീയവും യുദ്ധവും പ്രതികാരവും എല്ലാം സമ്മിശ്രം ചാലിച്ച ക്ലാസിക് പോര് തന്നെയാകും ഇത്. അറ്റ്ലാന്റയിൽ ഇന്ന് തീ പാറുമെന്ന് ഉറപ്പ്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.